ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LD ക്ലർക്ക് പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട മക്കളെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. നോക്കിക്കേ, 3^26 പ്ലസ് 3^27 പ്ലസ് 3^28 പ്ലസ് 3^29 പ്ലസ് 3^30 തുകയായി വരുന്ന സംഖ്യയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന ആ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും എന്നാണ്. രണ്ടാമത്തെ പ്രസ്താവന ആ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഓക്കെ, നോക്കുക, നമുക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻസ് 1ഉം 2ഉം ശരിയാണ്, 1 ശരിയും 2 തെറ്റുമാണ്. 1 തെറ്റും 2 ശരിയുമാണ്, 1ഉം 2ഉം തെറ്റാണ്. ഇതാണ് ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ നമ്പറിനെ ഒന്ന് അടുത്ത് നോക്കാം. നോക്കിക്കാം മക്കളെ, 3^26 പ്ലസ് 3^27 പ്ലസ് 3^28 പ്ലസ് 3^29 പ്ലസ് 3^30. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനകത്തിൽ നിന്ന് ഞാൻ ഈ 3^26 ഇങ്ങനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. 3^26 ഇൻറ്റു, എന്നിട്ട് ഞാൻ ഈ 3^26നെ 3^26 കൊണ്ട് തന്നെ ഹരിക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടുന്നു? 1. ഓക്കെ ആണോ? യെസ്. ഇനി എന്താ? ഇനി 3^27ലെ എല്ലാത്തിനകത്തിലും 3^26 ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കോമൺ ആയിട്ട് നമ്മളിങ്ങനെ പുറത്തെടുത്തത്. 3^27നെ 3^26 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? അതായത് 3^27 ഡിവൈഡഡ് ബൈ 3^26. വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതാം. 3^27 ഡിവൈഡഡ് ബൈ 3^26. a⁻m ഡിവൈഡഡ് ബൈ a⁻n എത്ര കിട്ടും? a⁻m-n. അപ്പോൾ എത്ര? 3^27 മൈനസ് 26 എത്ര കിട്ടും? 3^1. സോ പ്ലസ് 3^1. അതായത് 1 കുറച്ചാൽ മതി. 27ന് 26 കുറച്ച 1. അടുത്ത എത്ര ആയിരിക്കും? 3^28നെ 26ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിലോ 2 കിട്ടും. 3^2. അടുത്തത് ഇവിടെ എന്ത് കിട്ടും? 29ഉം 26ഉം 3^3. പ്ലസ് ഇവിടെ എന്ത് കിട്ടും? 30ഉം 26ഉം 3^4. ഓക്കെ ആണോ? അപ്പോൾ 3^26 ഇൻറ്റു 1 പ്ലസ് 3^1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ മക്കളെ? അതെ. 3^2 എത്ര? 9. 3^3 എത്ര? 27. 3^3 എത്ര? 3^4 എത്ര? 81. ശരിയാണോ? അതെ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. സോ 3^26 ഇൻറ്റു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10ഉം 13, 27, 40, 81, 121 എന്ന് കിട്ടും. അപ്പോൾ 3^26 ഇൻറ്റു 121. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ തുകയായിട്ട് വരുന്ന സംഖ്യ. 3^26 ഇൻറ്റു 121. അതെ, ആ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഈ 120, നമുക്ക് ഈ 3^26നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പം എന്താ തനിക്ക് ഇത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ വിശദമായ ഒരു ക്ലാസ് ഞാൻ എടുക്കാം. ഇപ്പം ഞാൻ അതുകൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ 3^26നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല എന്ന് തൽക്കാലം ഇപ്പോൾ ഓർക്കുക. അതെന്തുകൊണ്ടാണെന്നുള്ള നിങ്ങളുടെ ആ അന്വേഷണത്വര അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊരു അന്വേഷണം നടത്തുക. അതിനെക്കുറിച്ച് എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുമ്പോൾ വളരെ വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാം. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം അത് പറ്റത്തില്ല എന്ന് നോക്കുക. 7 കൊണ്ട് അതിനെ ഹരിക്കാൻ പറ്റില്ല. 121നെ ഹരിക്കാൻ പറ്റുമോടാ? 121നെ ഹരിക്കാൻ പറ്റുമോ? 121നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 7ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ്. 121 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നോക്കുന്നത്? 1ന്റെ ഇരട്ടി 2 എടുക്കുക, 12 എന്ന് കുറയ്ക്കുക, 10. 10നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഇരട്ടി എടുത്ത് ബാക്കിയുള്ളതിന് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 7 7ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ 7 കൊണ്ട് ഹരിക്കാം. 10 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. കാരണം 121നെ 11 കൊണ്ട് ഹരിക്കാം. 11 ഇൻറ്റു 11 എത്ര? 121. അപ്പോൾ ഈ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ 1 തെറ്റും 2 ശരിയുമാണ്. 7 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, പക്ഷേ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 1 തെറ്റും 2 ശരിയുമാണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? 1 തെറ്റും 2 ശരിയുമാണ് എന്ന് വരുന്ന ഓപ്ഷനാണ് ഏത്? ഓപ്ഷൻ സി. അപ്പോൾ 1 തെറ്റും 2 ശരിയുമാണ്. 1 തെറ്റും 2 ശരിയുമാണ്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം,
2020 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏത്? മക്കളെ വളരെ എളുപ്പമാണ്. ഇങ്ങോട്ട് നോക്കിക്കോ. എടാ, ഈ 2020 നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും മക്കളെ? മുകളിൽ 505. അപ്പം 2020 എന്ന് കിട്ടുന്നു. ശിഷ്ടം എത്രടാ? 0. കിട്ടുന്ന ശിഷ്ടം നോക്കുക. 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 28 കൂട്ടുക. ശിഷ്ടം 1 വരുന്നതെങ്കിൽ 6 കൂട്ടുക. 2 3 ആണ് ശിഷ്ടം വരുന്നതെങ്കിൽ 11 കൂട്ടുക. അപ്പോൾ 2020 4 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ശിഷ്ടം 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 28 കൂട്ടുക. 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 6 കൂട്ടുക. 2 3 ആണെങ്കിൽ എന്ത് കൂട്ടുക? 11 കൂട്ടുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്നോട് ചോദിക്കരുത്, സാറേ ശിഷ്ടം 4 വന്നാലോ എന്ന്. എന്റെ പൊന്നു പിള്ളേരെ, 4 കൊണ്ട് ഒരു സംഖ്യയെ ഹരിച്ചാൽ ശിഷ്ടം ഒരിക്കലും 4 കിട്ടത്തില്ല. 0 1 2 3 ഇതിലേതെങ്കിലും 1 കിട്ടത്തുള്ളൂ. അപ്പോ 0 വന്നാൽ 28 കൂട്ടുക, 1 വന്നാൽ 6 കൂട്ടുക, 2 3 വന്നാൽ 11 കൂട്ടുക. നമുക്കിവിടെ വന്ന ശിഷ്ടം എത്ര? 0. അപ്പോൾ 2020 കൂടെ 28 കൂട്ടുക. എത്ര കിട്ടും? 2048. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ശരിയാണോ? യെസ്. മക്കളെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 45 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്ന ഒരാൾ 1 മിനിറ്റിൽ 5 മീറ്റർ മുകളിലേക്ക് കയറുകയും 3 മീറ്റർ താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? എടാ, 45 മീറ്റർ നീളമുള്ള ഒരു മരം അല്ലെങ്കിൽ ഒരു തൂണ്, അതിൽ കയറുക. ഇവൻ 1 മിനിറ്റിൽ എന്തോ ചെയ്യും? 5 മീറ്റർ കയറും, എന്നിട്ടോ 3 മീറ്റർ താഴോട്ട് ഇറങ്ങും. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഇവൻ കയറുന്ന ദൂരം എത്ര ആയിരിക്കും? 2 മീറ്റർ അല്ലേ? അതെ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് കയറുന്നത് 2 മീറ്റർ ആയിരിക്കും. അപ്പൊ 45 മീറ്റർ കയറാൻ 45ന്റെ പകുതി 22.5 വേണമെന്നൊന്നും ചിന്തിക്കരുത്. എടാ, 1 മിനിറ്റിൽ 2 മീറ്റർ കയറും. അത് ഈ കയറ്റവും ഇറക്കവും കൂടെ കഴിയുമ്പോഴാ. അപ്പൊ നോക്കിക്കേ 20 മിനിറ്റ് ആകും. ഇവൻ ഈ 5 മിനിറ്റിന്റെ ഒരു കയറ്റമുണ്ട്, അതെപ്പോഴും നിങ്ങൾ നോക്കിക്കോണം. ഇവൻ 5 മിനിറ്റ് കയറിയിട്ടാണ് 3 മിനിറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ ഇവൻ എല്ലാ മിനിറ്റിന്റെയും തുടക്കത്തിൽ 5 മീറ്റർ കയറും. ആ മിനിറ്റ് തീരാറാകുമ്പോൾ 3 മീറ്റർ ഇറങ്ങിയും വരും. അപ്പൊ ഇവൻ മുകളിലോട്ട് 2 മീറ്റർ കയറി. 1 മിനിറ്റ് തുടങ്ങും. ഇപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, 0 സെക്കൻഡ്. അപ്പൊ ഇവൻ ചാടി എത്ര കയറും? 5 മീറ്റർ കയറും. എന്നിട്ട് ആ മിനിറ്റ് തീരാറാവുമ്പോഴേക്കും 3 മീറ്റർ ഇറങ്ങി ഇങ്ങ് വരും. അപ്പൊ 5 കയറി 3 ഇറങ്ങി, 2 മുകളിലോട്ട് തന്നെ കയറ്റം. അപ്പം എല്ലാ മിനിറ്റിന്റെയും തുടക്കത്തിൽ ഇവൻ 5 മീറ്റർ കയറാനുള്ള കഴിവുണ്ടെന്ന് ചിന്തിച്ചോണം. അപ്പൊ 45 ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു 5 കുറച്ചു. കാരണം എങ്ങനെങ്കിലും ഇവൻ 40 മീറ്റർ എത്തിക്കഴിഞ്ഞ 45ാമത്തെ മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിലെത്തി. അവിടെ അങ്ങ് പിടിച്ചാൽ പിന്നെ അവൻ താഴോട്ട് വരത്തില്ലല്ലോ. കോമൺ സെൻസ്. ഇതിന്റെ മുകളിലെത്തി ഇവനൊരു പിടുത്തം പിടിച്ചാൽ പിന്നെ അവൻ താഴോട്ട് വരത്തില്ല. ഇവൻ തെന്നി വഴുവായിരിക്കും. നമ്മൾ ഈ പണ്ടൊക്കെ ഓണത്തിനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ വാഴയിൽ എണ്ണയൊക്കെ തേച്ചിട്ട്, അല്ലെങ്കിൽ കവുങ്ങിലൊക്കെ നല്ലപോലെ ചെത്തി മിനിക്കുക. കവുങ്ങില് എന്ന് പറഞ്ഞാൽ അടയ്ക്കാമരം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. എനിക്ക് വേറെ അടുത്ത് എന്താ പറഞ്ഞ അറിയത്തില്ല. കവുങ്ങ് പാക്കൊക്കെ ഉണ്ടാവുന്ന മരം. അതില് നല്ലപോലെ എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ചിട്ട് ആളുകളെ കൊണ്ട് അതിന്റെ ഏറ്റവും മുകളിൽ ഒരു ബലൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കെട്ടി വെച്ചേക്കും. അത് കയറി എടുക്കണം. അപ്പൊ ഇതിൽ മൊത്തം എണ്ണയും നെയ്യും ഒക്കെ തേച്ച് വെച്ചേക്കുക. എന്നിട്ട് യവൻ കയറുന്ന സമയത്ത് എന്ത് ഈ നാട്ടിൽ സ്റ്റൂട്ട് നിൽക്കുന്നവരൊക്കെ ഇതിന് ആവേശം വരാൻ വേണ്ടി നല്ല മേളവും ഇതൊക്കെ ആയിരിക്കും. ചെണ്ടമേളവും വാദ്യഘോഷ അകമ്പടികളോടൊക്കെയാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും? വെള്ളവും കൂടെ ചീറ്റിക്കും, വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കയറുമ്പോൾ അവൻ താഴെ വരണം. ഇതിനെല്ലാം അതിജീവിച്ച് മുകളിൽ കയറി ആ ബലൂൺ പൊട്ടിക്കുന്നവൻ അല്ലെങ്കിൽ അത് എടുക്കുന്നവൻ സമ്മാനം എന്ന് പറയുന്ന പോലെ. അപ്പൊ ഏറ്റവും മുകളിലെത്തി ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ അവൻ താഴോട്ട് വരത്തില്ല അല്ലേ? അപ്പൊ 45ാമത്തെ മീറ്ററിൽ എത്തണവന്. അപ്പൊ ഒരു 5 മീറ്റർ 40 എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ ഒരു ചാട്ടത്തിന് കയറി ഇവൻ എവിടെ എത്തിക്കോളും? മോളിൽ പിടിച്ചോളും. അപ്പൊ എങ്ങനെയെങ്കിലും ഇവൻ 40 എത്തിയാൽ ഇവൻ സേഫ് സോണിലായി. അപ്പൊ 40 എത്താൻ എത്ര സമയം വേണം? 40 എത്താൻ എത്ര സമയം വേണം? 40 എത്താൻ എത്ര സമയം വേണം? 1 മിനിറ്റിൽ 2 മീറ്റർ. അപ്പൊ 20 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? 20 മിനിറ്റ് കൊണ്ട് എത്ര ആയിരിക്കും? 40 മീറ്റർ. പിന്നെ 1 മിനിറ്റ് കൂടെ മതിയല്ലോ. അടുത്ത 1 മിനിറ്റിൽ 5 കയറും, 3 ഇറങ്ങേണ്ട ആവശ്യമില്ല. 5 കയറിയാൽ അവിടെ എത്തുമല്ലോ. അപ്പോൾ ടോട്ടൽ ടൈം എത്ര? 21 മിനിറ്റ്. ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ 21 മിനിറ്റ്. മനസ്സിലായോ? ശരിയാണോ? യെസ്. അപ്പൊ അവസാനത്തെ പ്രാവശ്യം ഇറങ്ങി വരണ്ട, മുകളിൽ എത്തിയാൽ മതി. എപ്പോൾ മുകളിൽ എത്തും എന്നാണ് ചോദ്യം. പിന്നെ ഇറങ്ങി വരണ്ട, 45 തൊട്ടാൽ മതി. അടുത്ത ചോദ്യം. 36 കുട്ടികളുടെയും ഒരു അധ്യാപകന്റെയും കൂടി ശരാശരി വയസ്സ് 15 ആണ്. അപ്പൊ ആകെ എത്ര പേരുണ്ട്?
36 സ്റ്റുഡൻസ്, ഒരു ടീച്ചർ. മൊത്തം എത്ര പേരായി? 37 പേരായി അല്ലേ? 36 കുട്ടികളുടെയും ഒരു അധ്യാപകന്റെയും കൂടി ശരാശരി വയസ്സ് 15 ഇതിൽ നിന്നും അധ്യാപകന്റെ വയസ്സ് ഒഴിവാക്കിയപ്പോൾ ശരാശരി 1 കുറഞ്ഞു. അധ്യാപകന്റെ വയസ്സ് കുറഞ്ഞപ്പോൾ ശരാശരി 1 കുറഞ്ഞു. അധ്യാപകന്റെ വയസ്സ് എത്ര? ശ്രദ്ധിക്കണേ, ചോദ്യം സാധാരണ ഇത് തിരിച്ചാണ് ചോദിക്കുന്നത്. ഇത് നേരെ ഒന്ന് അതിൻ്റെ ഉൾട്ട നേരെ തിരിച്ചാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 36 കുട്ടികളും ഒരു അധ്യാപകനും ക്ലാസ്സിലുണ്ട്. മൊത്തം എത്ര പേരായടാ? 37. അധ്യാപകൻ ഇങ്ങോട്ട് മാറിയപ്പോൾ, അധ്യാപകന്റെ ഭാരം കൂടി എടുത്ത് മാറ്റിയപ്പോൾ ശരാശരി 1 കുറഞ്ഞു. അപ്പോൾ ക്ലാസിന്റെ ഇപ്പോഴത്തെ ആവറേജ് എത്ര? ക്ലാസിന്റെ ഇപ്പോഴത്തെ ആവറേജ് എത്ര? ആദ്യം 15 ആയിരുന്നു. അധ്യാപകന്റെ വയസ്സ് ഒഴിവാക്കിയപ്പോൾ അത് എത്രയായി? ഈ 15 എന്നുള്ളത് 1 കുറഞ്ഞ് 14 അല്ലേ? യെസ്. അപ്പം നമുക്ക് വേണേൽ തിരിച്ച് ചിന്തിക്കാം. 36 പേരുണ്ടായിരുന്നു, 36 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ കൂടെ അവരുടെ ആവറേജ് 14 കാരണം 15 1 കുറഞ്ഞു. 36 പേരുള്ളപ്പോൾ ടീച്ചർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ 15 എന്നുള്ളത് കുറഞ്ഞ് 14 ആയില്ലേടാ. അപ്പോൾ 36 പേരുടെ ആവറേജ് എത്ര ആയിരുന്നു? 14 ശരിയല്ലേ? അധ്യാപകൻ ഒന്നുകൂടെ വന്നപ്പോൾ, ഒരു അധ്യാപകനൂടെ വന്നപ്പം ഈ ആവറേജ് എത്രയായി? 15 അതായത് ആവറേജ് 1 കൂടി. അങ്ങനെ പറയുന്നു. 36 കുട്ടികളും അധ്യാപകന്റെയും കൂടെ ശരാശരി വയസ്സ് 15. അപ്പം ഇപ്പം അധ്യാപകൻ അങ്ങ് പോയി. അപ്പൊ 15 എന്നുള്ളത് എത്രയായി? 1 കുറഞ്ഞ് 14. മനസ്സിലാവുന്നുണ്ടോ? ഞാനത് തിരിച്ച് ചിന്തിക്കുക. 36 പേരുടെ ആവറേജ് 16 ആയിരുന്നു, ശരിയല്ലേ? ഈ 15 വന്നത് 37 പേരുള്ളപ്പോഴാണ്. അതായത് അധ്യാപകനും കുട്ടി ഉൾപ്പെടെ, ഒരു അധ്യാപനം 36 കുട്ടി ഉൾപ്പെടെ. 15 ആയപ്പോഴാണ് അധ്യാപനം അങ്ങ് മാറ്റിയപ്പോൾ 36 പിള്ളേർ മാത്രം. അതാ ഞാൻ തിരിച്ചു പറഞ്ഞേ, 36 പേരുടെ ശരാശരി പ്രായമാണോ ഭാരമാണോ? വയസ്സ്. ഭാരമല്ല, വയസ്സ്. 36 പേരുടെ ശരാശരി വയസ്സ് 14 ആയിരുന്നു. അവരുടെ കൂട്ടത്തിൽ അധ്യാപനോടെ വന്നപ്പോൾ അത് എത്രയായി? 15. അപ്പൊ ടീച്ചറുടെ ഭാരം എത്ര? ടീച്ചറുടെ ഭാരം സാധാരണ നമ്മളിത് 37 പിള്ളേരുടെ തുക കണ്ടുപിടിക്കും, എന്നിട്ട് 36 പേരുടെ ഇത് കണ്ടുപിടിക്കും. അത് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? ഇപ്പം 36 കുട്ടികളുടെ അധ്യാപകനും കൂടെ ശരാശരി വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 37 × 15 എടുക്കും. അധ്യാപകൻ പോയപ്പോൾ 36 × 14 എടുക്കുന്നു. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എടുക്കും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വയസ്സ് കിട്ടുക. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ വ്യത്യാസം എടുക്കണ്ട. ഇങ്ങോട്ട് നോക്ക് മക്കളെ, 36 പേരുടെ ശരാശരി ഭാരം എത്ര ആയിരുന്നു? 14 ആയിരുന്നു. അവിടെ കൂടെ ഈ ടീച്ചറും കൂടെ വന്നപ്പോഴാണ് അത് 15 ആയത്. അപ്പൊ ടീച്ചറുടെ ഭാരം എന്തായാലും ഈ ഇപ്പോഴത്തെ ആവറേജ് 36 പേരുടെ 14 ആണ്. അതെ, ആ 14-നേക്കാളും കൂടുതലാണോ കുറവാണോ? തീർച്ചയായിട്ടും കുറവാണ്. കാരണം 14 പേരിരിക്കുന്നിടത്തേക്ക് ഈ അധ്യാപകനൂടെ വന്നപ്പോൾ 14 ആവറേജ് ഇരിക്കുന്ന സ്ഥലത്ത്, 36 പേരുടെ ആവറേജ് 14 ഇരിക്കുന്ന സ്ഥലത്ത് ഈ അധ്യാപകനും കൂടെ വന്നപ്പോൾ ആവറേജ് 1 കൂടുകയല്ലേ ചെയ്തേ, അല്ലാതെ കുറഞ്ഞു എന്നല്ലല്ലോ പറയുന്നത്. അപ്പൊ ആവറേജ് 1 കൂടി. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ആവറേജ്? വാട്ട് യു മീൻ ബൈ ആവറേജ്? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഖ്യയെ വിളിക്കുന്ന പേരാണ് ആവറേജ്. ആവറേജ് ഈസ് എ സിംഗിൾ നമ്പർ ദാറ്റ് റെപ്രസെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. ഒരു കൂട്ടം സംഖ്യകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഖ്യയെ വിളിക്കുന്ന പേരാണ് ശരാശരി. അപ്പൊ ആവറേജ് 1 കൂടി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ് ആണ്. എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ആവറേജ്. ആവറേജ് 1 കൂടി എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ശരാശരി ഭാരം 1 വെച്ച് കൂടിയെന്നാണ് അതിനർത്ഥം. സോ ആവറേജ് 1 കൂടി എന്ന് പറഞ്ഞാൽ അത് അവിടെയുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യും എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ 14 പേര്, അപ്പോൾ അധ്യാപകന്റെ വയസ്സ് 14-നേക്കാളും കൂടുതലായിരിക്കും. ഇനി അധ്യാപകൻ വന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആവറേജ് 1 കൂടി. ആവറേജ് 1 കൂടി എന്ന് പറഞ്ഞാൽ ആ 1ന്റെ വർധനവ് അവിടെയുള്ള എത്ര പേരെ അഫക്റ്റ് ചെയ്യും? 36 പേരായിരുന്നു, അതിന്റെ കൂടെ ഒന്നുകൂടെ കൂടി. അപ്പൊ എത്രയായി? 37 പേരായി. ആ 37 പേർക്കും ആ ഇൻക്രീസ് ബാധകമാണ് അല്ലേ? അപ്പോ 14 + 37 എത്ര കിട്ടും? 31 അല്ല, 37 അല്ലെ? എന്തുകൊണ്ടാണ് ഈ 1 × 37 എടുത്തത്? ആവറേജ് ആണ് 1 കൂടിയത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ്. ആവറേജ് 1 കൂടുന്നെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും 1 കൂടുന്നു. അപ്പൊ അത്രയും കൂടെ വെയിറ്റ് ആർക്കുണ്ട്? അത്രയും കൂടെ ഏജ് ആർക്കുണ്ട്? അധ്യാപകനുണ്ട്. സോ 14 + 37 എത്ര കിട്ടും? 51. 51 ഓപ്ഷൻ ഡി. ശരിയാണോ നോക്കാം നമുക്ക്? യെസ്, 51 ഓപ്ഷൻ ഡി.
അപ്പം ഈ ഒരു ഗ്രൂപ്പ് കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു 2 നമ്പറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും 2 നമ്പറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കണ്ട. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ 20,000 രൂപ 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? പാസ്കൽസ് ട്രയാങ്കിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു 2 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അവിടെ പാസ്കൽസ് ട്രയാങ്കിൾ എന്താണെന്ന് ഞാൻ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ ആ പാസ്കൽസ് ട്രയാങ്കിൾ നിങ്ങൾ അവിടുന്ന് കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഞാനിപ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ ഒന്നും പറയുന്നില്ല, അല്ലാതെ 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. 20,000 രൂപയാണ് ഇവൻ്റെ കയ്യിലുള്ളത്. ഇവൻ ഇതും കൊണ്ട് ബാങ്കിൽ പോയി. ബാങ്ക് കൊടുക്കുന്ന പലിശ 10% പലിശ, ശരിയല്ലേ? 10% പലിശ. ഈ 10% പലിശ എന്ന് പറഞ്ഞാൽ മുതൽ 100 ആണെങ്കിൽ 10 കിട്ടും. അതായത് 110%. 110% 1 വർഷം കഴിയുമ്പോൾ ആ മുതലിനും പലിശയ്ക്കും എല്ലാം കൂടെ വീണ്ടും 10% കിട്ടും. അതായത് ഇതിന് മൊത്തത്തിൽ വീണ്ടും 10% കിട്ടും. സോ ഇൻറ്റു വീണ്ടും 110%, വീണ്ടും 110%. പറഞ്ഞാൽ മനസ്സിലായോ? യെസ്. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നു, ഇത് സോൾവ് ചെയ്യുന്നു. ഈ 2 പൂജ്യങ്ങൾ ഇവിടുന്ന് നമ്മൾ വെട്ടിക്കളയുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 200 ഇൻറ്റു 121. അപ്പോൾ എത്ര കിട്ടും? 121ൻ്റെ ഇരട്ടി, 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 1ൻ്റെ ഇരട്ടി 2. ഈ 2 പൂജ്യം അതേപോലെ 24,200 രൂപ 2 വർഷം കഴിയുമ്പോൾ കിട്ടും. 2 വർഷം കഴിയുമ്പോൾ കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ശരിയാണോ? യെസ്, 24,200. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിലും ചെയ്യാം. അതായത് ഈ ശ്രദ്ധിക്കണേ, ഇത് എല്ലായിടത്തും നടക്കത്തില്ല. 2 വർഷത്തേക്കാണ് പലിശയെങ്കിൽ, 2 വർഷത്തേക്കാണ് നിങ്ങളുടെ പലിശ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ A+B+AB/100 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 10% പ്ലസ് റേറ്റ് പെർസെൻറ്റേജ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എയ്ക്കും ബിക്കും വരെ AB എന്ന് പറയുമ്പോൾ 10 × 10 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 20 + 1 എത്രയാണ്? 21%. അപ്പോൾ മൊത്തത്തിൽ കിട്ടുന്ന പലിശ 21% അപ്പോൾ 20,000 രൂപയ്ക്ക് മൊത്തത്തിൽ കിട്ടുന്നത് 21% പലിശയായിരിക്കും. അപ്പോൾ എത്ര കിട്ടും? 4,200 രൂപ പലിശ കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര? 4,200. അപ്പോൾ നമുക്ക് വേണ്ടത് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്, മൊത്തമല്ലേ വേണ്ടേ? അപ്പോൾ 20,000 രൂപ മുതലും 4,200 രൂപ പലിശയും. അപ്പോൾ എത്രയാണ്? 24,200. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ പക്ഷേ 2ആയിട്ട് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യണം. 21% കിട്ടുന്നു എന്ന് കാണുമ്പോൾ തന്നെ 121% കണ്ടുപിടിക്കണം. 100% മുതലായിട്ട് എടുത്തുകൊണ്ട് 21% പലിശ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ 121%, 20,000ൻ്റെ 121% എത്രയാണെന്ന് ചിന്തിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് നേരിട്ട് 24,200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡാണ്. 10% പലിശ കിട്ടുക എന്ന് പറയുമ്പോൾ, കൂട്ടുപലിശ കിട്ടുക എന്ന് പറയുമ്പോൾ 20,000 രൂപയുടെ 110% ആയിരിക്കും 1 വർഷം കഴിയുമ്പോൾ. ആ കിട്ടിയ മുതലിനും തുകയ്ക്കും ആ കിട്ടിയ മുതലിനും പലിശയ്ക്കും വീണ്ടും 10% കൂടി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ആ ഒരു മെത്തേഡ് നമ്മൾ എടുത്തത്. അങ്ങനെയാണ് 20,000ൻ്റെ 110% ഇൻറ്റു 110%. 3 വർഷത്തേതാണെങ്കിൽ 20,000ൻ്റെ 110% ഇൻറ്റു 110% ഇൻറ്റു 110%. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് മുതലും പലിശയും മാത്രമാണ്. ഇവിടെ പലിശ എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ 24,200 നിന്ന് നമ്മുടെ മുതലായ 20,000 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,200. മറ്റേ മെത്തേഡിൽ നമുക്ക് പലിശയായിരിക്കും കിട്ടുന്നത്. ആദ്യം പറഞ്ഞ മെത്തേഡിൽ നമുക്ക് മുതലും പലിശയും കൂടാണ്. ഇവിടുത്തെ ചോദ്യം മുതലും പലിശയും കൂടെ. അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടുമെന്നാണ്, പലിശയല്ല. ചിലപ്പോൾ ഓപ്ഷനിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി 4,200 കൂടെ കൊടുക്കും. അത് കയറി മാർക്ക് ചെയ്ത് വെക്കരുത്. പലിശയല്ല ചോദ്യം, ആകെ എത്ര രൂപ കിട്ടും, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ മുതൽ മാത്രമായിട്ടും പലിശ മാത്രമായിട്ടും അല്ലല്ലോ പറയേണ്ടത്. ആകെ എത്ര രൂപ, മുതലും പലിശ എല്ലാം കൂടെ എത്ര രൂപയുണ്ട്, അതാണ് ചോദ്യം. അപ്പോൾ 24,200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സീരീസ് വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കാണുക, അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക, നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യുക. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ മക്കളെ കാര്യമുള്ളൂ. കഴിയുന്നത്രയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നു അതൊരിക്കലും ഒരധികം ആവത്തില്ല. കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.